ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. അയോധ്യ പ്രതിഷ്ഠയോടനുബന്ധിച്ച് അസമിൽ വർഗീയ കലാപം നടത്താൻ ഗൂഢാലോചന നടത്തിയെന്നാണ് ആരോപണം. രാഹുലിന്റെ അഹങ്കാരത്തിന് ലോക്സഭയിൽ ജനം മറുപടി നൽകുമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. ഭാരത് ജോഡോ ന്യായ യാത്രയുടെ റൂട്ട് മാറ്റിയതുമായി ബന്ധപ്പെട്ട് അസം കോൺഗ്രസ് അധ്യക്ഷൻ ഭൂപൻ കുമാർ ബോറയ്ക്ക് പോലീസ് നോട്ടീസ് അയച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, അപ്പോൾ എന്തായാലും അസം വിട്ട നേരത്തെ തന്നെ ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞതാണ്, അസം വിട്ടാൽ വേണേൽ തിരിച്ചു വിളിച്ച് അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള പ്രകോപനം നടത്താണ് ഹിമന്ത. അത് സീരിയസ് ആയി പറഞ്ഞതാണ്. ആ യാത്രയെ വളരെ ഗൗരവത്തിൽ തന്നെ പിന്നിൽ തന്നെയുണ്ട് അസം സർക്കാരും ഹിമന്തയും. ബൽറാം. തീർച്ചയായും ഹാഷ്മി, ഈ ഹിമന്ത ബിശ്വ ശർമ്മയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വാക്പോര് അത് ഭാരത് ജോഡോ ന്യായ യാത്ര സംസ്ഥാനത്തേക്ക് കടന്ന ഘട്ടം മുതൽ തുടങ്ങിയതാണ്. നേരത്തെ തന്നെ ഇരുവരും തമ്മിൽ കടുത്ത ശത്രുത രാഷ്ട്രീയമായി പ്രകടവുമാണ്. ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കെതിരെ പ്രധാനമായി രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് അസം പോലീസ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കൈമാറിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അതിനുള്ള കാരണം അദ്ദേഹം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വിശദീകരിക്കുന്നത്. ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നു എന്ന കടുത്ത ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിന്റെ സമയത്ത് അസമിൽ കലാപമുണ്ടാക്കാനായിരുന്നു ഗൂഢാലോചന നടത്തിയത് എന്നും ഈ ഭാരത് ജോഡോ ന്യായ യാത്ര കടന്നുപോയതിന് പിന്നാലെ ഈ പ്രദേശങ്ങളിൽ കലാപമുണ്ടാക്കാനുള്ള ശ്രമം ലക്ഷ്യം ഉണ്ടായിരുന്നു എന്നുമാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഇത് എന്നാൽ BJP പ്രവർത്തകരും ജനങ്ങളും രാമഭക്തരും സംയമനത്തോടെ നേരിട്ടത് കൊണ്ടാണ് അത്തരത്തിൽ കലാപം ഒഴിവായത് എന്നും രാഹുൽ ഗാന്ധിയുടെ അഹങ്കാരത്തിന് അസമിലെ ജനങ്ങൾ മറുപടി നൽകും. കൂടാതെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റുകളായിരിക്കും ഇത്തവണ ലോക്സഭയിൽ കോൺഗ്രസിന് ലഭിക്കുക എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഭാരത് ജോഡോ ന്യായ യാത്ര അസമിലേക്ക് കടന്ന അന്ന് റൂട്ട് മാറിയതിന്റെ പേരിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സംസ്ഥാനത്തെ സംഘാടകൻ എന്ന നിലയിൽ സംസ്ഥാന അധ്യക്ഷൻ ഭൂപൻ കുമാർ ബോറ, കൂടാതെ രാഹുൽ ഗാന്ധിയുടെ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ബൈജു ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ് എടുത്തിരുന്നത്. ഈ കേസിൽ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ ഭൂപൻ കുമാർ ബോറയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് അസമിലെ ജോർഹട്ട് പോലീസ്. ഈ മാസം 31-ന് ചോദ്യം ചെയ്യലിനായി ഹാജരാകണം എന്നാവശ്യപ്പെട്ടാണ് ഈ നോട്ടീസ്. അതായത് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ നടപടികളിലേക്ക് കൂടി അസം പോലീസ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഹാഷ്മി. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ്. എന്ന് പറഞ്ഞാൽ അസമിൽ കയറിയപ്പോൾ മുതൽ തന്നെ പല പ്രശ്നങ്ങൾ, ജോർഗഡ് എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ അതിർത്തിയിൽ തുടങ്ങിയപ്പോൾ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയതാണ്. പിന്നെ തല്ല് കണ്ടു, അവിടുത്തെ PCC അധ്യക്ഷൻ്റെ മൂക്കൂട്ടി ചോര വരുന്നത് കണ്ടു. അതിനെ തുടർന്ന് ഇപ്പോൾ കേസെടുക്കലടക്കം വാക്തർക്കമടക്കം വളരെ രൂക്ഷമായി തന്നെ തുടരുകയാണ് ഹിമന്തയും രാഹുലും നേർക്കുന്നത്.